ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ വീണ്ടും മാർക്കറ്റിലൊരു IT സെൽ ഓഫ് കണ്ടു. നമ്മളുടെ വിപ്രോ ഇന്നലെ US ഏകദേശം ഒരു 17% ഒരു ഇടിവ് കണ്ടു. അത്രയും ഇടിവ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ADR വിപ്രോ 17 അല്ല 15.1% ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാൽ വിപ്രോ 15% ഇടിഞ്ഞത് കാണാൻ സാധിക്കും. ICICI ബാങ്കും HDFCയും മറ്റുള്ള കമ്പനീസിലെല്ലാം തന്നെ സ്വാഭാവികമായിട്ടുള്ള ഇടിവ്. പക്ഷേ ഈ IT കമ്പനീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ വിപ്രോയും ഇൻഫോസിസും എല്ലാം തന്നെ നേർപകുതിയിൽ താഴെയായി ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ്. എന്നിട്ടും ആ ഒരു സെല്ലിങ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോബലി നോക്കുകയാണെങ്കിലും US അത്ര നല്ല രീതിയിലല്ല ക്ലോസിങ് നടത്തിയിട്ടുള്ളത് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇടിഞ്ഞു, ഡോ ഇടിഞ്ഞു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 1% ഇടിഞ്ഞു. കോസ്പി 4% ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ഓപ്പണിങ്. കൂടാതെ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് $4,000 അതിനെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങൾ തന്നെ ഇല്ല. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇറാൻ അപ്ഡേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് ഇറാൻ ഫോറിൻ മിനിസ്ട്രി അബ്ബാസ് അറബി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ മറ്റേത് രാജ്യത്തു നിന്നോ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഉടനടി തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും സമാധാന ചർച്ചകൾ ദോഹയിൽ തുടരുകയാണ്. ഹോർമൂസ് വിഷയത്തിൽ ഈ ഒരു എണ്ണക്കപ്പലുകളുടെ ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നുള്ളൊരു സൂചനയുണ്ട്. അതാണ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ക്രൂഡിൻ്റെ പ്രൈസ് അങ്ങനെ സ്പൈക്ക് ആവാതെ നിൽക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൊത്തത്തിലുള്ള ഇറാൻ US പ്രശ്നത്തെ പലതായിട്ട് വിഭജിച്ച് ഓരോ വിഭാഗം ചർച്ച ചെയ്യാനായിട്ട് പ്രത്യേക സെല്ലുകൾ, അതായത് പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് മാത്രം ചർച്ച ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഈ ലെബനാൻ ഇഷ്യൂ ചർച്ച ചെയ്യാൻ വേറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഇറാൻ്റെ ഫ്രീസായ ഫണ്ട് അൺഫ്രീസ് ചെയ്യാൻ വേറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ. അപ്പോൾ ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പഴയതുപോലെ യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യാതെ പോകുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. ഈ വർഷത്തെ ITR, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ട്രേഡിങ്, ലോങ് ടൈം, ഷോർട്ട് ടൈം, ഇൻട്രാഡേ, FNO അല്ലെങ്കിൽ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ജോലിയുടെ ഇൻകം, ഇതെല്ലാം തന്നെ നമ്മൾ ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കണം. ഇത് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. പിന്നെ അറിയിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. 2, ഇതൊരു വാലിഡ് പ്രൂഫാണ്. അത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഗുണമുള്ള സാധനം, ചെയ്തില്ലെങ്കിൽ ദോഷമുള്ള സാധനം. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുണ്ടാവുക. ഇത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെ സമീപിക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മളുടെ ഹെൽപ്പ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അവിടെ കൊടുക്കാം, നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഇത് ക്ലാരിറ്റി ആയി വിചാരിക്കുന്നു. നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളൊക്കെ പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ലാഭ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം എയർടെലാണ്. എയർടെൽ നോൺ ഫിനാൻഷ്യൽ ബാങ്ക് സബ്സിഡിയറി യൂണിറ്റ് ഒരു തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ന്യൂസ്. പല കമ്പനികളുടെയും Q1 റിസൾട്ട് മുമ്പ് ബിസിനസ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതിൽ ആദ്യം ഇന്ത്യൻ ബാങ്ക് റിപ്പോർട്ട് 13% ഉയർന്നു. ധനലക്ഷ്മി ബാങ്കും അവരുടെ ഡെപ്പോസിറ്റ് 17% ഉയർന്നു. ലുപ്പിന് പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. NMDC ഇവരുടെ പ്രൊഡക്ഷൻ വർദ്ധിച്ചു എന്നുള്ള ന്യൂസ്. പഞ്ചാബ് സിന്ധ് ബാങ്ക് ഇവരുടെ ടോട്ടൽ ബിസിനസ് 15% വർധനവ് രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ്. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കും ഇവരുടെ ബിസിനസ് വർദ്ധിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. സായി പെർനസ് ലിമിറ്റഡ് കമ്പനി ഇവരുടെ ഫാർമ ഓസ്ട്രേലിയയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. ബോറോസൽ ഇവരുടെ മാനുഫാക്ചറിംഗ് വെസലിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ്. സോളറിയം ഗ്രീൻ എനർജി കമ്പനിക്ക് പുതിയ ഓർഡർ കിട്ടി. വിമാർട്ട് കമ്പനി ഇവർ റവന്യൂ 58% വർധനവ് രേഖപ്പെടുത്തി. NMDC ടോട്ടൽ പ്രൊഡക്ഷൻ 44% വർധനവ് രേഖപ്പെടുത്തി. ഫോഴ്സ് മോട്ടേഴ്സ്
23% സെയിൽസ് ഉയർന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ടോട്ടൽ അഡ്വാൻസും ബിസിനസ്സും എല്ലാം തന്നെ 17-11% വീതം ഉയർന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താൻ പറ്റിയില്ല, നല്ലൊരു കോൾഡ് പിടിച്ചു, ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ എനിവേ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.